വളരെ വ്യാപകമായ പരിശോധനയാണ് ഇന്ന് നടക്കുന്നത്. കാണാതായ കുറേ 206ഓളം മനുഷ്യരെ നമുക്കിനിയും കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ഈ ദുരന്തം പെയ്തിറങ്ങിയ വയനാടിൽ ഉടനീളം ഈ മുണ്ടകയിലും അതുപോലെ ചൂരൽ മലയിലും മറ്റുള്ള പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ജനങ്ങൾ വല്ലാത്ത ആശങ്കയിലാണ്. ഒരുപാട് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടു പോയ ആളുകൾ അവിടെയുണ്ട്. അവർക്ക് വല്ലാത്ത വിനാശമാണ് ഈ ദുരന്തം സമ്മാനിച്ചത്. ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിനെ കേരളം ഒന്നാകെ കൈപിടിച്ചുയർത്താൻ ശ്രമിക്കുകയാണ്. മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ വിദ്യാർത്ഥികളുടെ മാനസിക ഉല്ലാസത്തിനായി വിവിധ പദ്ധതികൾ തുടങ്ങി. പാട്ടും ഡാൻസും കളിയും ചിരിയും ഒക്കെയായിട്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ അതിജീവനത്തിൻ്റെ പാതയിലാണ്. ദുഃഖം കടിച്ചമർത്തിയാണെങ്കിലും ഇതിലൊക്കെ ആളുകൾ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഷഹദർ റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കേരളം ഒന്നാകെ വയനാടിനൊപ്പമുണ്ട്. ഈ വയനാട് അതിജീവിച്ചു തുടങ്ങി. ഈ ക്യാമ്പുകളൊക്കെ തന്നെ വീണ്ടും അതിജീവനത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഈ ക്യാമ്പിൽ നടന്ന ഏറ്റവും നല്ലൊരു കാഴ്ച എന്ന് പറയുന്നത് ഈ കുട്ടികളെയൊക്കെ മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കുവാനായിട്ട് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ആ ക്യാമ്പിൽ ഇന്ന് ഏറ്റവും മിടുക്കനായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരു കൊച്ചു മിടുക്കനാണ് നമുക്കൊപ്പം ഉള്ളത്. പേരെന്താ? എന്റെ പേര് അമർജിത്ത്. അമർജിത്ത് അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടിയല്ലോ. ഞാൻ അങ്ങനെ കേട്ട് പഠിച്ചിട്ട് ഇങ്ങനെ ഫോണൊക്കെ കിട്ടുമ്പോ ഇങ്ങനെ നാടൻ പാട്ട് ഇങ്ങനെ ഇതാക്കിട്ട് കാണാൻ. ഇതിപ്പോ ഇവിടുന്ന് കിട്ടിയ സമ്മാനമാണോ? എന്താ ഇവിടെ എന്തൊക്കെ മിമിക്രി ഒക്കെ കാണിച്ചു? ഞങ്ങൾ നേരത്തെ കണ്ടു, അടിപൊളിയായിട്ട്. ഒന്ന് കാണിക്കോ നമുക്ക് വേണ്ടിട്ട്? ഫസ്റ്റ് ടൈം ഞാൻ ചെയ്യാൻ പോണത് സുപ്രേന്റെ സൗണ്ടാണ്. പണ്ടത്തെ മരുവൽക്കന്റെ സൗണ്ടാണ് ഞാൻ അപ്പൊ ചെയ്യാൻ പോണേ. പിന്നെ ഇപ്പത്തെ മരുവൽക്കന്റെ സൗണ്ട്. മൃഗങ്ങളുടെ ശബ്ദം ഉണ്ടോ? ഏത് മൃഗത്തിന്റെ ശബ്ദം ഉണ്ടാകും? കുറുക്ക രാത്രി കൂക്കുന്നത്. പിന്നെ പട്ടിക്കുട്ടീന്റെ മേത്തേക്ക് കല്ലെറിയണേ. ഇപ്പോ പട്ടി പറഞ്ഞിട്ട് കല്ലെറിഞ്ഞേ. അല്ലാതെ ഇപ്പം മിമിക്രി അല്ലാതെ പിന്നെ വേറെന്താ? പാട്ടൊക്കെ പാടുമോ? ഞാനൊരു നാടൻ പാട്ടൊക്കെ പാടും. പാടിക്കും. ഫസ്റ്റ് ആയിട്ട് ഞാൻ പാടാൻ പോകുന്നത് താരകപ്പെണ്ണാളെന്നുള്ള പാടാം. താരകപ്പെണ്ണാളെ കതിരോളം വിളിയാളെ തമ്പൂരാനെത്തിയിടും മുമ്പേ കരിങ്കാറും മൂല പറിച്ചാട്ടെ. ആരാ പഠിപ്പിച്ചത്? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ചൂരമല സ്കൂളിലാണ്. മോന്റെ സ്കൂളാണ് ഇപ്പം മൊത്തമായിട്ട് ഒലിച്ചു പോയത് അല്ലേ? ആരാ ക്ലാസ് ടീച്ചർ? സിമി ടീച്ചർ. ഇപ്പൊ ഇവിടെ ക്യാമ്പിൽ വന്നിട്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയപ്പോ സന്തോഷമായോ? കുറെ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയോ ക്യാമ്പിൽ? കിട്ടി. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ക്യാമ്പിൽ നമുക്ക് കാണാം, വലത്തു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഡാൻസ് ഒക്കെ നടക്കുന്നുണ്ട് കുട്ടികളുടെ നേതൃത്വത്തിൽ. ഈ മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ആ ക്യാമ്പിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. കുട്ടികൾ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നിരാശയിലായിരുന്നു, അല്ലെങ്കിൽ വലിയ സങ്കടത്തിലൊക്കെ ആയിരുന്നു. കാരണം അത്തരത്തിലൊരു അന്തരീക്ഷമായിരുന്നു. ഇന്നിപ്പോൾ 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഏവരും അതിജീവിച്ച് തുടങ്ങുകയാണ്. ഈ ക്യാമ്പിലുള്ള മുഴുവൻ ആളുകളെയും ഇത്തരത്തിൽ അതിജീവിച്ച് നമുക്ക് കൊണ്ടുവരികയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രത്യേക കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ഈ പരിശീലനങ്ങളൊക്കെ നടക്കുന്നത്. അതിജീവനം എന്ന് പറയുന്നത് ഓരോരുത്തരും എടുക്കുന്ന എഫേർട്ട് ആണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അവനവന് കഴിയുന്ന എഫേർട്ട് അത് എങ്ങനെ ആയിക്കോട്ടെ, ഒരുപക്ഷെ ഒരു പണം എന്നല്ല, അതൊരു ചിരിയായാലും മതി. കുട്ടികളാണ് അവരുടെ ഇപ്പോൾ ഉള്ളൊരു പ്രതീക്ഷ. ആ കുട്ടികളൊന്ന് ഒതുങ്ങി കൂടുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് രക്ഷിതാക്കളാണെങ്കിലും ഒന്ന് ഉൾവലിഞ്ഞു പോകുന്നത്. അപ്പൊ ആ കുട്ടികളെ ഒന്ന് എനർജൈസ് ചെയ്ത് ഇപ്പൊ നമ്മളെ ഈ ഒരു രീതിയിലേക്ക് അവർ ചിരിച്ച് കളിക്കുന്ന കാണുമ്പോൾ തീർച്ചയായും രക്ഷിതാക്കൾക്ക് ആ ഒരു പ്രതീക്ഷ ഉണ്ടാവും. ഇത്തരത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതലായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ഇവനൊരു മാതൃകയാണ്. ഇവനെ പോലെ തന്നെ കുറെ അധികം കുട്ടികളാണ് ഇപ്പോൾ നമുക്കൊപ്പം ഇവിടെ ഈ ക്യാമ്പിലുള്ളത്. ഇവരിലൂടെ ഇവരെ രക്ഷിതാക്കളും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും ഒക്കെ തന്നെ അതിജീവിക്കാൻ പഠിക്കുകയാണ്. മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 വയനാട്.